ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. പേജ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ദിവസമാണ് അന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിർത്തിയിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതൊന്നും പൂർത്തിയാക്കാതിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് ഹീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് വീണ്ടും അത് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും വിചാരിക്കുന്നുണ്ടായിരിക്കാം, വേണ്ട വീണ്ടും തുടങ്ങണമെന്ന്. പക്ഷെ തുടങ്ങാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ യൂണിവേഴ്സിന്റെ സയൻസ് ഒരു പലതരത്തിലുള്ള സൈൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് തരാനുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മെസ്സേജസ് ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം, നിങ്ങളുടെ കൺഫ്യൂഷൻസിൻ്റെ ഉള്ള ഉത്തരം എല്ലാം ഈ പ്രകൃതി നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഡിവൈനിൽ നിന്നുള്ള ആ ഒരു സൂചനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമം വന്നു കൂടിയിട്ടുണ്ടായിരിക്കണം. ഒരു കാര്യമില്ല, എന്നാലും എന്തോ കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഭയം നിങ്ങൾ മാറ്റിവെക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വിട്ടുകളയുക. അതെങ്ങനെ സംഭവിക്കും, ഇത് എന്താകും എന്നൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഭയം, കുട്ടികളെ കുറിച്ചുള്ള ഭയം, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഭയം, നാളെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തിക്കുന്ന ഭയം, എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ വെറുതെ ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ വിട്ടുകളയാനാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ടെന്ന് മനസ്സിന് തോന്നുമ്പോൾ മനസ്സ് ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ മനസ്സിനെ അലയാൻ വിടാതിരിക്കുക. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥനകളും മെഡിറ്റേഷനും പിന്നെ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. അതിനാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ചാനൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അബോർഡ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം അങ്ങനെയുള്ള ആ ചാനലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും എന്നോട് സംശയം ചോദിച്ചു, എന്താണ് ലൈറ്റ് ലാംഗ്വേജ്, എന്താണ് ലൈറ്റ് കോഡ്. ലൈറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 5th ഡയമെൻഷനിൽ ഉള്ള ഭാഷയാണ് ലൈറ്റ് ലാംഗ്വേജ്. നമ്മളുടെ മനസ്സിന് മനസ്സിലാകാത്ത ഭാഷ. അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ, അതുകൂടെ പറയാം. എല്ലാ ആൾക്കാർക്കും ലൈറ്റ് ലാംഗ്വേജ് കണക്ട് ചെയ്യാൻ പറ്റൂല.
അത് പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് വർക്കാവൂല. നമ്മളുടെ മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊരു ശിശുവാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കാവുള്ളൂ. അതും കൂടി പറയാം. അപ്പോൾ ഈ ലൈറ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിലാകാത്ത ഭാഷയാണ്, അത് നമ്മുടെ സോളിന്റെ ഭാഷയാണ്. നമ്മുടെ സോളുമായിട്ട് നേരിട്ടത് കണക്റ്റഡ് ആകും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സും ഫിയറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ സോളുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഈ ഫിയറൊക്കെ മാറിപ്പോകട്ടെ. നമ്മളുടെ എല്ലാ അൺനെസസറി വറി എല്ലാം മാറിപ്പോകും. പിന്നെ ഈ ലൈറ്റ് കോഡുണ്ട്, അതിന് സിമ്പിൾസ് ഉണ്ട്. അത് വെറുതെ നമ്മൾ അതിൽ കൈ അതിൽ വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമുക്ക് നല്ല എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭയം അതൊന്ന് മാറ്റിക്കളയുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ, അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം കൊടുക്കുന്നത് കൊണ്ടാണ്, നമ്മളുടെ മനസ്സിനെ അലയാൻ വിടുന്നതുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണത്. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക. ഒന്നുകിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരും. പിന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, ഇതെന്തുകൊണ്ടാണ്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ നമ്മൾ കളയുക, ലെറ്റ് ഗോ ചെയ്ത് കളയുക. നമ്മൾ അതിനെ വീണ്ടും വീണ്ടും ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെ ക്ലിയർ ആക്കിയാലേ നമുക്ക് ഒരു സന്തോഷം വരുള്ളൂ, എന്നാലേ ഒരു സമാധാനമുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചില കാര്യങ്ങൾ ദൈവം വിചാരിക്കും അത് ക്ലിയർ ആകണ്ടെന്ന്. അത് നിങ്ങളിപ്പോൾ അറിയേണ്ടാത്ത കാര്യമാണ്, നിങ്ങളിപ്പോൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഡിവൈൻ്റെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ചില കാര്യങ്ങൾ ഇപ്പം നടന്നില്ല, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അത് ഈ സമയം നടന്നില്ലെങ്കിൽ ഡിവൈൻ ഇപ്പോൾ അത് നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കത് ഈ സമയം അത് വേണ്ട. അപ്പം നമ്മൾ എപ്പോഴാണോ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് അങ്ങനെ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യം. അതാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ഒന്നിലും എനിക്കിപ്പം തന്നെ വേണം എന്നൊന്നും ചിന്തിക്കൂല. ദൈവം എനിക്ക് തരട്ടെ, ആ സമയം ഞാനത് സ്വീകരിച്ചോളാം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കിതിപ്പോൾ കിട്ടേണ്ടാത്തതാണെന്ന് നമുക്ക് സ്വയം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമാണത്. അപ്പോൾ ഒരു കാര്യമാണത്. അത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ശ്രമിക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട സമയത്ത് നിങ്ങൾക്കത് അറിഞ്ഞോളൂ എന്നുള്ളതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് അറിയാത്തത് എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അതിനുള്ള സമയമല്ല, നിങ്ങളിപ്പോൾ അറിയേണ്ട സമയമല്ല, അതുകൊണ്ട് നിങ്ങൾ അറിയിക്കുന്നില്ല, അത്ര തന്നെ. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പം നിങ്ങൾക്കത് കിട്ടേണ്ടതല്ല, ഈ ഒരു സമയം നിങ്ങൾ ഒരു യാത്ര ചെയ്യേണ്ടതല്ല. അപ്പം അതുകൊണ്ടാണ് അതിന് ബ്ലോക്ക് വരുത്തുന്നത്. ഇതിലപ്പുറം ഒരു വലിയ കാര്യം നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നു, നല്ല കാര്യം സംഭവിക്കാനിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതൊന്ന് മാറി നിൽക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാം. എംബറർ എനർജിയാണ്. നിങ്ങൾ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് ഒന്ന് കൂടുതൽ ഒരു ആക്റ്റീവ് ആകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലായിരിക്കണം. നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ, നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ചിലപ്പം എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നാൽ, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും എടുക്കാൻ വയ്യ, എന്നെ കൊണ്ടത് പറ്റൂല, ഞാൻ ഈ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പലരും പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരാണ്, എനിക്കിത് എല്ലാവരെയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ആൾക്കാർ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാർജ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കടമ വരുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മാറി നിൽക്കാതിരിക്കുക. കാരണം അതും ഒരു പരീക്ഷണമാണ്. എങ്ങനെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തരുന്നൊരു ചാൻസാണ്. അത് നിങ്ങൾ മാറിപ്പോയി, നിങ്ങളത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെയിം സിറ്റുവേഷൻ ആവർത്തിക്കും. ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇതിൽ കുറെ സ്ട്രഗിൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല, അതിൽ സ്ട്രഗിളും ഉണ്ടായിരിക്കും.
ആ സ്ട്രഗിൾ ഇന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയാൽ സെയിം എക്സാം നിങ്ങൾ വീണ്ടും എഴുതേണ്ടി വരും. നമ്മളൊരു ഒരു ഒരു കാര്യം പഠിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ആ ഒരു കാര്യം പഠിക്കാതിരുന്നാൽ അടുത്ത വീണ്ടും സെയിം ആയിട്ട് വേറൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ വീണ്ടും സമയം എടുത്ത് അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ് ഇന്നത്തത് ഉള്ളത്. അപ്പൊ നിങ്ങളത് ദൈവം തരുന്ന ഒരു കാര്യം, ആ ചലഞ്ചസ് സ്വീകരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ, എല്ലാം അല്ല, ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്ന ആ ഒരു കാര്യം നിങ്ങളത് ധൈര്യത്തോടു കൂടി അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വേണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ പലരും ഡിസിപ്ലിൻ ഇല്ലായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ പോരാ, എനിക്ക് കുറച്ചുകൂടി നല്ലപോലെ അച്ചടക്കം വേണം, അടുക്കും ചിട്ടയും വേണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ തീരുമാനിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. സൺഗാഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാർമേഘം ഒഴിഞ്ഞു പോയി ഒരു സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം നമ്മുടെ മനസ്സ് ആണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിലെ കാർമേഘങ്ങളൊക്കെ മാറ്റി നമ്മൾ അതോടെ സൂര്യനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. ഇത് വേറെ ആരുടെയും ഒരു സഹായവും ആവശ്യമില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും മാജിക്കൽ ആയിട്ടുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇതുവരെയും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പ്ലാൻ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ദീർഘകാലം മുന്നേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ദൈവത്തോട് നിരന്തരം നന്ദി പറയുക. നമ്മളെ സഹായിക്കുന്ന ഓരോ വ്യക്തികളോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യത്തിനും, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്, നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന ഓരോ ആൾക്കാർക്കും, നമ്മൾ എന്ത് കാര്യത്തിലാണോ നമ്മളൊരു കാര്യം ഒരു നന്മ സ്വീകരിക്കുന്നത്, ഈവൻ അത് തിന്മയാകട്ടെ, ആ സ്വീകരിക്കുന്നത് ആ ആളിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ഇതൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. നമുക്ക് ഒരു എക്സ്പീരിയൻസ് തരുന്ന എല്ലാവരും നമ്മളുടെ ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് നമ്മൾ ആ തരത്തിൽ കണ്ട എല്ലാ കാര്യത്തിനും നന്ദി പറയുക. നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ഫുഡിന്, നമ്മളുടെ വസ്ത്രത്തിന്, എല്ലാത്തിനും നന്ദി പറയുന്നത് ഒരു ശീലമാക്കി കഴിയുമ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വേൾഡ് കാർഡാണ്, നല്ലതാണല്ലോ. ഒരു ബ്രില്യൻ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് കാലത്തിന്റെ കാത്തിരിപ്പിന് ശേഷമുള്ള സക്സസ് ആണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കാനുള്ളൊരു സമയമാണ് കേട്ടോ. നിങ്ങള് ചിലപ്പം എന്നെ എന്തിനു കൊള്ളാം, എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളാണെങ്കിൽ, അങ്ങനെയല്ല, ഞാൻ കൊള്ളാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ മാറും എന്നാണ് കാണുന്നത്. നിങ്ങളൊരു സ്പിരിച്വൽ വർക്കണിങ്ങിന്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. കുണ്ടലിനിയൊക്കെ റൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കുറെ ആൾക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുണ്ടലിനി റേസിങ് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചക്രയിൽ ബ്ലോക്കേജസ് ഒന്നും കാണൂല കേട്ടോ. അങ്ങനെയുണ്ട്, ചക്രയിൽ ബ്ലോക്കേജസ് ഒന്നും കാണൂല. പക്ഷേ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, നടുവേദന, തലയിൽ പെരുപ്പ്, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ ചക്ര നോക്കുമ്പം വലിയ ബ്ലോക്കും കാണൂല. അപ്പോൾ അത് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം ഉണ്ടായിരിക്കാം. ആ കുണ്ടലിനി റേസ് ചെയ്ത് മുകളിലോട്ട് വരാൻ പറ്റാത്ത. കാരണം ചില ആൾക്കാർക്ക് അത് ഒരു ഈഗോ ആയിരിക്കും, ഒരു സ്പിരിച്വൽ ഈഗോ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം ആണ്, ഞാൻ ഈ ലോകത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനെല്ലാം ഓക്കെയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും കുണ്ടലിനി നിന്നും പെട്ടെന്ന് റേസ് ചെയ്ത് വരില്ല. നമ്മൾ ഒന്നും അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ, സറണ്ടർ ചെയ്യാൻ പറ്റണം. എല്ലാം സറണ്ടർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എൻലൈറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റണത്. നിഷ്കളങ്കരായ ആൾക്കാർക്ക്, ഒന്നും
ലോജിക്കൽ മൈൻഡ് കൂടുതൽ പ്രവർത്തിപ്പിക്കാത്ത ആൾക്കാർക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം എന്ന്. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഈ എന്തുകൊണ്ടെന്നുള്ളൊരു ചിന്ത വരും. ഈ എന്തുകൊണ്ട് എന്നുള്ള ചിന്ത വരുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളുടെ ലോജിക്കൽ മൈൻഡ് അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റിയിൽ ഒരിക്കലും ലോജിക്കൽ മൈൻഡ് പ്രവർത്തിപ്പിച്ചാൽ നമുക്കൊന്നും നടക്കൂല, ഒന്നും കിട്ടാൻ പോണില്ല. നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളതിന്റെ പിറകെ സയന്റിഫിക് ആയിട്ട് പൊക്കോണ്ടിരിക്കും. സയൻസ് പോലും നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച കാര്യമല്ല ഇന്ന് സത്യം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അതിന്റെ പിറകെ പോയി നടന്നാൽ നമുക്കൊന്നും നടക്കൂല കേട്ടാ. സ്പിരിച്വാലിറ്റിയിൽ ഒന്നും ആവാൻ പറ്റൂല. നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. മാത്രമല്ല, നമ്മളിൽ നിന്നും ഏറ്റവും താഴെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളിൽ നിന്ന് പോലും നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടും, സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടും. അവർക്കും നമ്മളെക്കാളും കാര്യങ്ങൾ അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ മനുഷ്യരെയും നമ്മൾ കേൾക്കാൻ. അല്ല, ഇതൊക്കെ എനിക്കറിയാം, ഇതെന്നെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ചിന്തിച്ചാൽ നമുക്കൊന്നും പഠിക്കാൻ പോണില്ല. അതും കൂടി മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ചില ആൾക്കാരൊരു ട്രാവല് ഉണ്ട് എന്നും കാണുന്നുണ്ട്. ഹെർമിറ്റാണ്. ഇതിൽ പറഞ്ഞല്ലോ, സ്പിരിച്വൽ അവേക്കണിങ്ങിന്റെ ഒരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും പ്രകാശവും മറ്റൊരിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം നമ്മളുടെ ഹൃദയം ശുദ്ധമായിരുന്നാൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ പ്രകാശം കൊടുക്കുന്നത് ഈ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളത് ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ ക്യാരി ചെയ്യുന്ന ആൾക്കാരത് വിട്ടുകളയുക. പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരു ശാന്തതയിലിരിക്കാൻ ശ്രമിക്കുക. നമ്മളത് ശ്രമിച്ചു നോക്കുക. നടക്കുമെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. ചിന്തകൾ വന്നോട്ടെ. പലരും പറയാറുണ്ട്, ചിന്തകൾ വരുന്നുണ്ട്, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിന്തകൾ വരട്ടെ. ചിന്തകൾ വരുമ്പോൾ വന്നല്ലോ എന്ന് മാത്രം മനസ്സിലാക്കുക, തിരിച്ചറിയുക. അത്ര തന്നെ. അതിന്റെ പിറകെ പോകാതിരിക്കുക. ചിന്തകൾ വരട്ടെ. ബാക്കി നമ്മളൊരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നത്. അത് മതി. അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആ 10 മിനിറ്റ് നമുക്കത് ആ ഒരു ട്രാൻസിൽ പോകണം എന്നൊന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. അതിനും ഒരു ഈഗോയും വേണ്ട. എന്നാലും ഞാൻ ആ സമയം സ്പെൻഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു സ്പിരിച്വൽ ഒരു മെന്ററെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളിനെ നിങ്ങൾക്ക് മെന്ററായിട്ട് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു സെൽഫ് ഡിസ്കവറി നടത്തുന്നു, നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മളെ കണ്ടുപിടിക്കാനുള്ള സമയമില്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിനുവേണ്ടി കുറച്ച് സമയം എടുക്കണം. നമുക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മളോട് കൂടെ ഇരിക്കും, നമ്മളുടെ കൂടെ ഇരിക്കണം. നമ്മൾ അങ്ങനെയല്ലല്ലോ. ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. നമ്മൾ പല കാര്യങ്ങളിൽ ഓടുന്ന ആൾക്കാരാണ്. ഒരു സമയം നമ്മളോടൊപ്പം ഇരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മളുടെ പോരായ്മകൾ എന്താണ്, നമ്മൾ എന്ത് കാര്യത്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. പലരും ഈ ചോദ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി, അല്ലെങ്കിൽ കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ള ചിന്തയിൽ വേറെ പലരുടെയും പിറകെ പോകും. അപ്പോൾ അതൊരു ആശ്വാസമാണ്. അതൊക്കെ തൽക്കാലം മാത്രമാണ് എന്നുള്ളതാണ്. കേൾക്കാൻ ആരും വേണ്ട. നമ്മളെ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്. ഈ കേൾക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന പല ആൾക്കാരും പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഉള്ള ആൾക്കാരാകട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയ അവരാകട്ടെ, ഈ കേൾക്കാനുള്ള ആ ഒരു നമ്മളെ കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ വേറെ റിലേഷൻഷിപ്പിൽ പോയാൽ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. ഒന്നുമല്ല എന്ന് അപ്പം തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ
നമ്മളെ കേൾക്കാൻ നമ്മൾ തന്നെ ധാരാളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വൽ ആകുന്നത്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് സമയം നമ്മളൊരു പേപ്പറും പേനയിട്ടൊക്കെ എടുത്ത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കുക. നിങ്ങളത് എഴുതി വെക്കുക. അതിൻ്റെ ഉത്തരം നമ്മളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് ഒരുപാട് ആലോചിച്ച് എഴുതുക. നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം ആദ്യം എഴുതുക. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളോട് തന്നെ പലതവണ ചോദിക്കുക. ഇതെന്താണ് ഇത്? അപ്പൊ നമുക്ക് കുറേ ഉത്തരങ്ങൾ കിട്ടും. അതിന് ചിലപ്പം 7 8 ഒക്കെ ഉത്തരങ്ങൾ കിട്ടും. അതിൽ നിന്നും ഏറ്റവും നല്ല ഉത്തരം നമ്മൾ കണ്ടെത്തുക. നമ്മളുടെ ആക്യുറേറ്റ്, നമ്മൾ പല പല ആംഗിളിൽ നിന്ന് നോക്കി നമ്മൾ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ഏറ്റവും യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം അതിൽ നിന്ന് നമുക്ക് എല്ലാം കൂടെ ക്രോഡീകരിച്ചൊരു ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കും നമ്മൾ തന്നെ ഇനഫാണ്. അത് വേറൊരാളിൻ്റെ ആവശ്യമില്ല. നമുക്ക് സങ്കടം പറയാനോ യഥാർത്ഥത്തിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് സന്തോഷങ്ങൾ പങ്കിടാൻ ആളുകൾ വേണം കേട്ടോ. അത് നമുക്ക് ഒറ്റയ്ക്ക് മാത്രം അത്ര അങ്ങോട്ട് പറ്റൂല. പക്ഷേ സങ്കടങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അവർ ആ സമയം എന്ന് കേൾക്കുമെങ്കിലും അവർ കേൾക്കും. ഇപ്പൊ ഈവൻ ഞാൻ പോലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കും. പക്ഷെ ഞാൻ എത്ര സമയമാണ് അത് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒരാൾ കേൾക്കുന്നത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിക്കാതിരിക്കുക. എല്ലാ മനുഷ്യർക്കും അവരവരുടെ പ്രശ്നങ്ങളാണ് വലുത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആകാതിരിക്കുക. സെൽഫായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ കണ്ടുപിടിച്ചാൽ ഈ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കേട്ടോ. റിലീസാണ്. നിങ്ങൾ എന്തോ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഹോൾഡ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ എൻഡ് ആക്കി റിലീസാക്കി കളയുന്നു എന്നുള്ളതാണ്. ഇതൊരു ഡെത്ത് കാർഡാണ്. ഇതില് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ സിറ്റുവേഷനെ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് കളയണം എന്നാണ്. നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. മാക്സിമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങളെ വീണ്ടും പിറകെന്ന് വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കൂടെ കൊണ്ടുപോയാൽ നിങ്ങളെ വീണ്ടും പാസ്റ്റിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ഒന്ന് ഹാപ്പി ആയിരിക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ പഴയ കാലം നിങ്ങൾ ഓർമ്മിപ്പിക്കും അവര്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ പഴയ കാലങ്ങൾ പഴയ ഇൻസിഡന്റ് പലതും നമുക്ക് ഓർക്കാൻ ആഗ്രഹമില്ലാത്തതായിരിക്കാം. നമുക്ക് ഒരുപാട് വേദനകൾ തന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ വിട്ട് കളഞ്ഞ കാര്യം പോലും അവര് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അപ്പോൾ വീണ്ടും നിങ്ങൾ ഓടി പഴയ കാലത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെയോ നിങ്ങൾ അത് വിട്ട് കളയുന്നതാണ് നല്ലത്. അത് വിട്ട് കളയണം എന്നുള്ളതാണ്. എന്നാലും നിങ്ങൾക്കൊരു പരിവർത്തനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നൊരു സമയമാണ്. കാരണം നമ്മളുടെ ആ സ്കിന്നെല്ലാം ഷെഡ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയത് വരുള്ളൂ. നമ്മൾ ഈ പഴയതെല്ലാം കൂടി നമ്മൾ കൂട്ടിപ്പിടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും പുതിയൊരു നല്ല കാര്യം വരാൻ പോകണില്ല. അതും കൂടി മനസ്സിലാക്കുക. ഒരു പുതിയ തുടക്കമാണ് മതി. ഇത് എൻഡിങ്ങും ഇത് പുതിയ തുടക്കമാണ്. ഇന്ന് വന്നത് എല്ലാം തന്നെ ഈ ഒരു കാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം മേജർ ആർക്കാന കാർഡാണ് വന്നത്. ഇത് ഡ്രീമർ എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട്. അത് നിങ്ങളെ വിശ്വസിച്ച് ഇത് വേറെ ആരും പുറകെ പോണ്ട. നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ഈ കാർമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ ആയി പോകുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ 8 കാർഡ് എടുത്തതിൽ 7 കാർഡ്സും ഇത് മേജർ അർക്കാനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ഇത് തരുന്ന ഒരു റീഡിംഗ് ആണ് കേട്ടോ. നമുക്ക് മൈനർ അർക്കാന എന്ന് പറയുന്നത് പെട്ടെന്ന് ആ സിറ്റുവേഷൻസ് പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. പക്ഷെ മേജർ അർക്കാന കുറേ കാലം നിലനിൽക്കുന്ന ഒരു എനർജിയാണ്. നമുക്ക് അങ്ങനെ ഒരു കാർഡ് കിട്ടിയാൽ. അപ്പൊ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതിൽ കിട്ടിയതെല്ലാം
7 കാർഡ്സും മേജർ അർക്കാന കാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. ഇത് ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല, ഇതൊരു ഗൈഡൻസ്, ഒരു നല്ല ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.